കണ്ടാ വോബ്ലിംഗ് കണ്ടാ ഹയർ സ്പീഡിൽ അത്ര സ്റ്റേബിൾ അല്ല. മാത്രമല്ല എന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. 15 ഞാൻ ഫസ്റ്റ് ഇട്ട് കണ്ട റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, അടിപൊളിയായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ? വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ള ദ ഹോണ്ട CB350 RS ആണ്. ഒരു സ്ക്രാംബ്ലർ വേർഷൻ, ഒരു എസ്തെറ്റിക്കലി സ്ക്രാംബ്ലർ വേർഷൻ ഓഫ് ദ CB350 ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടില്ല, ആ റൗണ്ട് LED ഹെഡ് ലാമ്പാണ് കൊടുത്തത്. അത്രമാത്രം വിസിബിലിറ്റിയോ ലൈറ്റ് ത്രൂസ് ഇല്ലാത്ത നോർമൽ ഹെഡ് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടില്ലേ, ഇത് ഹോണ്ട 2.0 അതേ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കൂ, ഒരു ബിഗ് ടെലിസ്കോപ്പിക് ഫോക്കാണ് കൊടുത്തിരിക്കുക. 41mm ടെലിസ്കോപ്പിക് ഫോക്കാ. ഫോക്ക് ഗേറ്റേഴ്സ് ഉണ്ട്. ആ ഇന്നർ ട്യൂബിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഫോക്ക് ഗേറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മഡ് ഗാർഡിന് കുറച്ചും കൂടി ഓഫ് റോഡ് ലുക്ക്, കുറച്ചുകൂടി റഗ്ഗഡ് ലുക്ക് പ്രൊവൈഡ് ചെയ്യുക. ആ ഫോക്ക് ബ്രേസ് ടൈപ്പ് ഓഫ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുക. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ നോക്കുക, 19 ഇഞ്ച് ടയറാണ് കൊടുത്തത്. MRF ZAP F1 ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നോൺ റേഡിയൽ ടയറാണ് കേട്ടോ. ഇത് റേഡിയൽ ടയറിൽ നോർമൽ ബയസ് പ്ലൈറ്റ് ടയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 100 സെക്ഷൻ ഇൻ ദ ഫ്രണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്ക് റോട്ടർ 310mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്ന. ഒരു ഓൾഡ് ജെൻ നിസിൻ്റെ ആക്സിൽ ടൈപ്പ് കാലിപ്പറൊക്കെയാണ് കൊടുത്തത്. ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം കണ്ടില്ല, ഒരു നോർമൽ സ്റ്റീൽ ക്രാഡിൽ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്ര സെറ്റപ്പ് ഒന്നുമല്ല. ഐഡിൽ ഫോർ ടൂറിങ് ആണെങ്കിൽ സിറ്റി യൂസിനൊക്കെ പറ്റുന്ന ഒരു റഗഡ് ഫ്രെയിമാണ് കൊടുത്തത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന എഞ്ചിനാണ് കേട്ടോ. ഇത് CB350 CB350 RS ഹൈനസിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ തന്നെ. ഒരു ട്യൂണിങ്ങിലോ ഇൻറ്റേർണൽ ഗിയറിങ്ങിലോ യാതൊരു വ്യത്യാസമില്ല. അതേ 348cc എയർ കൂൾഡ്, ഓയിൽ കൂളിംഗ് ഒന്നുമില്ല, എയർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. മേക്കിംഗ് 20 ഹോഴ്സ് പവർ, അതേപോലെ 30 Nm ഓഫ് ടോർക്ക്. ആ 30 Nm നിങ്ങൾക്ക് ലോ ഡൗൺ കിട്ടും. ഏകദേശം 3000 RPM തന്നെ കിട്ടുന്നതുകൊണ്ട് നല്ല ലോ ഡൗൺ പവറാണ്. പക്ഷേ ആ പവർ നമുക്ക് ഫീൽ ചെയ്യാത്ത കാരണം ഇതിൻ്റെ ഗിയറിങ്, അത് ഓടിക്കുമ്പോൾ ബെറ്റർ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ഇതൊരു ബിഗ് സിംഗിൾ സിലിണ്ടർ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. 348cc ആണ് ലോങ് സ്ട്രോക്ക് കൂടി. ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് ഏകദേശം 90.5 mm ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് വരുന്നത്. റോയൽ എൻഫീൽഡ് 350 സീരീസിനെക്കാട്ടി കൂടുതൽ സ്ട്രോക്ക് ലെങ്ത് അതിന് കൊടുത്തിരിക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ വൈബ്രേഷൻ ഹാർഷ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതിന് സെക്കൻഡറി ബാലൻസ് ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്, ആ പ്രൈമറി സെക്കൻഡറി ഇംബാലൻസസ് അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈബ്രേഷൻ കൊടുത്തത്. ഭയങ്കര റിഫൈൻഡ് എഞ്ചിനും കൂടിയാണ്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ്, ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ കുറച്ച് മത്താപ്പ് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഹൈനസ് ചുമ്മാ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ട് ഏകദേശം 176 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തിട്ട് ക്ലിയർ ചെയ്ത് 2 mm മോർ ദാൻ ദ ഹൈനസ് ആണ് കേട്ടോ. മാത്രമല്ല വെയിറ്റ് വരെയും കുറഞ്ഞിട്ട് ഏകദേശം 2 kgs ലൈറ്റർ ദാൻ ദ ഹൈനസ് ആണ്. ഏകദേശം 179 kgs ഇതിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത് കേട്ടോ. മാത്രമല്ല ഇത് ലോങ് വീൽ ബേസ് മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ ആക്സിൽ ടു ആക്സിൽ ലെങ്ത് ഉണ്ട്. അത് കൂടും തോറും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവുക. പക്ഷേ നമുക്ക് ആ സഡൻ ഡയറക്ഷൻ ചേഞ്ച്, ആ സിറ്റിയിൽ ഓടിക്കാൻ ഫ്ലിക്കബിലിറ്റിയൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഇത് ഹണ്ട സീരീസ് ക്ലാസിക് 350 ലോങ്ങർ വീൽ ബേസ് ഉള്ള മോട്ടോർ സൈക്കിളാണ്. പിന്നെ ടാങ്ക് സെറ്റപ്പ് ഒക്കെ ആ 15.2 ലിറ്ററിൻ്റെ ഡുവൽ ടോൺ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. മാത്രം നല്ല ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. ഏകദേശം 400-500 കിലോമീറ്റേഴ്സ് ഓഫ് ടാങ്ക് റേഞ്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡ് കവറുണ്ട്. ഈ സൈഡ് കവർ നോക്ക്, കൊള്ളാൽ. ആ CB350 RS ബാജിങ് ഒക്കെ, ആ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ ശരിക്കും കൊള്ളാം കേട്ടോ. സെറ്റപ്പ് കൊള്ളാം. മാത്രമല്ല ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് റിസർവയർ, റിയർ ബ്രേക്ക് റിസർവയറാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ഔട്ടായി. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്രമാത്രം സെറ്റപ്പ്. ഇത് ഏകദേശം 1.5 വർഷമായപ്പോൾ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുറച്ചധികം ഫെയ്ഡായി. മാത്രമല്ല ഈ CB350 RSൽ മെഷീൻ്റെ അല്ലേ ഇത്, പക്ഷേ അതിന് മുകളിൽ പെയിൻറ്റഡാണ്. എന്താണെന്നറിയില്ല. ഇപ്പോൾ മെഷീൻഡ് മിക്സ്ഡ് വിത്ത് ആ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഫിൻസാണ് കൊടുത്തത്. ഇങ്ങനത്തെ ഫിൻസ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ടോ. കൂടുതൽ സർഫസ് ഏരിയ ഒക്കെ വേണ്ടി, അപ്പോൾ എയർ ഇതിൽ കൂടി പാസ് ചെയ്യുമ്പോൾ പിന്നെ സിലിണ്ടർ കൂളിങ്. വേറെ എക്സ്റ്റേണൽ ഒരു തരം കൂളിങ്ങിൽ ഈ എയർ കൂളിംഗ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ കമ്പയർ ടു ദ റോയൽ എൻഫീൽഡ് മച്ച് മോർ കൂളറായിട്ടാണ് റൺ ചെയ്യുന്നത്. അത് കുറേ പേര് ചോദിക്കാണ്ട് വീഡിയോയിൽ എന്താണ് ഈ സെറ്റപ്പ്. ടാങ്കിൽ നിന്ന് നമ്മൾ ടാങ്ക് ഹീറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂംസ് പുറത്തോട്ട് പോയില്ലേ, അത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഫ്യൂംസ് റൂട്ട് ചെയ്തിട്ട് ഈ ചാർക്കോൾ ക്യാൻസ്, ഇതിൻ്റെ ആക്ടിവേറ്റഡ് ചാർക്കോളാണ്, അതിലൂടെ പാസ് ചെയ്ത് വന്നിട്ട് ആ ബാക്കി വന്ന ഗ്യാസസ് ടു ദ എയർ ബോക്സ് ഇൻ ടു ദ എഞ്ചിൻ തന്നെ കൊടുക്കും കേട്ടോ. സെറ്റപ്പ് നോക്കണേ. പിന്നെ ഇതിൻ്റെ റൈഡർ ഫുഡ് പാക്ക്, അത് റബ്ബർ മൗണ്ടഡ് ആയിട്ട് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് കണ്ടില്ലേ, അണ്ടർനീത്ത് എഞ്ചിൻ ഒരു അപ്സെഫ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റാണ് കൊടുത്തത്. എക്സോസ്റ്റോട്ട് കുറച്ച് ഭയങ്കര ക്രിസ്പിയർ എക്സോസ്റ്റിനോട്ടായിട്ടോ. മാത്രം ലോങ് സ്ട്രോക്കാണ്, ബിഗ് സിംഗിൾ സിലിണ്ടർ, അതുകൊണ്ട് തമ്പുണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിൻ്റെ തമ്പൊക്കെ നഷ്ടപ്പെട്ടില്ലേ, ഇതിന് ഇപ്പോഴും തമ്പുണ്ട് കേട്ടോ. ഇടവഴി കൂടിയൊക്കെ ഓടിക്കും, കുറച്ച് RPM കൊടുത്ത് കൈ കൊടുത്ത് ഓടിക്കുമ്പോഴേക്കും നല്ല രസം ഇത് കേട്ട് ഓടിക്കാം കേട്ടോ. അത് ഞാൻ പിന്നെ കേൾപ്പിച്ചുതരാം. വേറെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ റിയർ സെക്ഷനായിട്ട് ഒരു 150 സെക്ഷൻ ടയറാണ് കൊടുത്തത്. MRFൻ്റെ കേർവ് ടയറായിട്ടോ ബാക്കി കൊടുത്തത്. അത്ര സെറ്റപ്പ് ടയർന്ന്, പക്ഷേ 150 സെക്ഷൻ 17 ഇഞ്ചാണ് കൊടുത്തത്. ഫ്രണ്ടിൽ 19 ഇഞ്ച്, ബാക്കിൽ 17 ഇഞ്ചാണ് കൊടുത്തത്. ബാക്കിലത്തെ ഡിസ്ക് റോട്ടറിൻ്റെ സൈഡ് 240 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. നോർമൽ ഓർഗാനിക് പാഡ്സ് കൊടുത്തത്. അത്ര സെറ്റപ്പ് ഒന്നുമില്ല, നോർമൽ പാഡ്സ് ആണ്.
പിന്നെ നോക്ക് ഒരു റിയൽ ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സാണ് കൊടുത്തത് വിത്ത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അതൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ മുകളിലത്തെ വെയിറ്റ് അനുസരിച്ച് അതിൻ്റെ ഫ്രീ പ്ലേ ദ ലോഡ് ഓൺ ദ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് സ്റ്റിഫ് അല്ലാണ്ട് ഈ ഷോക്ക് ഹാർഡോ സോഫ്റ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ പില്ലിന് ഇരിക്കുന്നുണ്ടോ പില്ലിന് ഇരിക്കാത്തപ്പോൾ അതിൻ്റെ ലോഡ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ CB3 ഹൈനസിലൊക്കെ ഇതിൻ്റെ ഹെഡ്ലൈൻ്റെ ഈ പോർഷനിലൊക്കെ ക്രോംഡ് ആയിട്ട് ഇത് കുറച്ച് ബ്ലാക്ക്ഡ് ഔട്ടായിട്ടാണ് ഇതിൻ്റെ ഔട്ടർ കവർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ CB3 RSൻ്റെ ടെയിൽ സെക്ഷൻ നോക്ക്, കണ്ട ഒരു സ്ക്രാംബ്ലർ ലുക്കിംഗ് ടെയിൽ സെക്ഷനായിട്ട് കൊടുത്തത്. ആ റിയർ ടെയിൽ ലൈറ്റൊക്കെ കൊടുത്ത് കണ്ടില്ലേ, അതൊക്കെ കൊള്ളാം. ഇത് കണ്ട് ഇതൊക്കെ ഹോണറ്റ് 2.0 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തത്. കണ്ട ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. LED ടെയിൽ ഓൾ ത്രൂ ഔട്ട് LEDs ആണ് കൊടുത്തേക്കുന്നത്. ഇതുകൊണ്ട് റിയർ പില്ലിയൻ്റെ ഗ്രാബ് റെയിൽ ഈ പോർഷനാക്കിയായിട്ട് കൊടുത്തത്. ഇവിടെ ചെറിയൊരു റീസസിന് പിടിച്ച് വെക്കാൻ വേണ്ടി അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സെറ്റപ്പ് അതൊക്കെ കൊള്ളാം. പിന്നെ നോക്ക് സാരി ഗാർഡ് ഡിസൈൻ ചെയ്തേക്കാൻ കണ്ടില്ലേ, കണ്ടോ ഇത് മെറ്റൽ പോർഷനാണ്, അതിനൊരു പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പില്ലിയൻ സൈഡ് ഫുഡ് പാക്സിന് ആ റബ്ബർ മൗണ്ടിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് വൈബ്രേഷനൊക്കെ വരാം കേട്ടോ. ഓടിച്ചിട്ട് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അടി കണ്ടില്ല, ഒരു ബാഷ് പ്ലേറ്റ്, ഒരു മെറ്റൽ ബാഷ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ, ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ക്രാംബ്ലർ, പക്ഷേ ഇത് സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ അല്ല കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ അത്ര ട്രാവൽ ഇല്ല. ഇത് ജസ്റ്റ് ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ, റെട്രോ സ്ക്രാംബിൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ മെയ്ഡ് ഫോർ ദ റോഡാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ കവർ കണ്ടില്ലേ, ഇവിടെ ഹോണ്ട ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പോപ്പ് ഔട്ട് ആയിട്ടുള്ള റെട്രോ ഹോണ്ട ബ്രാൻഡിങ് ഓൺ ദ ടാങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല ത്രോട്ട് ബോഡി അത് കാണാണ്ടിരിക്കാൻ വേണ്ടി ഇത് കണ്ട ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്ഡ് ഔട്ട് കവറിങ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് കുറച്ചും കൂടി ഒരു റെട്രോ ലുക്ക് കിട്ടാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുക്കുന്നത്. പിന്നെ ഇതിലൊരു അടിപൊളി 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തത്. വിത്ത് ആൻഡ് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് കൊടുത്തത്. വിത്ത് ഡുവൽ ചാനൽ ABS പ്രൊവൈഡ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ്, മച്ച് ബെറ്റർ ദൻ ദ റോയൽ എൻഫീൽഡ് ആണ് കേട്ടോ. ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതൊരു ഹോണ്ട മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ ക്ലച്ച് ലെവർ നോക്ക്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നിർത്തിയിട്ട് പിടിക്കുമ്പോൾ കുറച്ച് ഹാർഡ്നെസ് ഫീൽ, റണ്ണിങ്ങിൽ ഇതിന് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ലൈറ്ററായിട്ട് ഫീൽ. റണ്ണിങ് ടൈമിൽ എൻ്റെ ക്ലച്ച് ലെവറിൻ്റെ പുള്ളി ഈവൻ ലൈറ്റർ ആവും കേട്ടോ. അതൊക്കെ പ്രത്യേകത, അത് ഓടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. മാത്രം മിറേഴ്സൊക്കെ റെട്രോ റൗണ്ട് മിറേഴ്സ് ആകുമ്പോൾ കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി, എക്സലൻറ്റ് വിസിബിലിറ്റി തന്നെ, എന്നാലും ആഡ്വക്കേറ്റ് ആയിട്ടുള്ള വിഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്ക്, ടാക്കോമീറ്റർ ഒന്നും ഒരു ബിഗ് സ്പീഡോമീറ്റർ കൊടുത്തിട്ട് ഒരു കുട്ടി LCD ഡിസ്പ്ലേ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ്, ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ട്രിപ്പ് കമ്പ്യൂട്ടർ, ബേസിക് സാധനങ്ങളാണ് കൊടുത്തിരിക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന് ഹോണ്ട ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാം. എന്നാലും നമുക്ക് ജസ്റ്റ് ബിഗിനർ റൈഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വല്ല ചെളിയിലും മണ്ണിലൊക്കെ പോയി കൈ കൊടുക്കുകയാണെങ്കിൽ പവർ ടു ദ റിയർ വീൽ കട്ട് ചെയ്യാൻ വേണ്ടി, റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കട്ടിങ് കൂടിക്കാൻ ദ മോമെൻറ്റ് നമ്മൾ ഇഗ്നിഷനും ഫ്യൂലിങ്ങും കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ പവർ ടു ദ റിയർ വീൽ കുറയും. അങ്ങനെ നിങ്ങളുടെ റിയർ വീൽ സ്ലൈഡിങ്, സ്ലിപ്പിംഗ്, സ്കിഡിങ് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഓഫ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓണാണ്. ഈ ബട്ടൺ കണ്ട, ഈ ബട്ടൺ നിങ്ങൾക്ക് പിടിച്ചാൽ കണ്ട പെട്ടെന്ന് ഓഫായി. എന്നിട്ട് നിങ്ങൾ ഓഫ് ആക്കിയിട്ട് തിരിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ട റീസെറ്റായി, വീണ്ടും ട്രാക്ഷൻ കണ്ടോ ഓൺ. ആ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യാം. മൊമെൻറ്റ് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും, കണ്ട സെറ്റാകും. പിന്നെ ABS ഡുവൽ ചാനൽ ABS സ്വിച്ചബിൾ അല്ല കേട്ടോ. ഇത് സ്ക്രാമ്പിൾ ലുക്കിങ്, പക്ഷേ എൻ്റെ റിയർ വീലത്തെ ABS നമുക്ക് ഓഫാക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് ഏകദേശം 30,000 കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിൾ. അതിൻ്റെ കുറച്ച് വേറെ ടയറൊക്കെ കാണാൻ പറ്റും. ടാങ്ക് കണ്ട്, ടാങ്കിൽ വലിയ കളർ ഡിസ്കളറേഷൻ ഒന്നുമില്ല. സീറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച സീറ്റൊക്കെ കുറച്ചധികം പ്രശ്നമാകുന്നു. ഒരു ടക്ക് ആൻഡ് റോൾ സീറ്റ് പോലത്തെ സെറ്റപ്പിലാണ് കൊടുത്തത്. കണ്ട അതിൻ്റെ ഡിസൈനാണ് കേട്ടോ. പ്രോപ്പർ അങ്ങനെ ടക്ക് ആൻഡ് റോൾ സീറ്റ് ഒന്നുമില്ല. പില്ലിയൻ സീറ്റിനും ചെറിയ സീറ്റാണ് കേട്ടോ. ഈ സീറ്റ് ഓൺ ദ ഹാർഡർ സൈഡ്. അത്രമാത്രം സിറ്റി റൈഡിംഗ് ഒന്നും പ്രശ്നമില്ല. ലോങ് പോകുമ്പോൾ അത്രമാത്രം കംഫർട്ട് ഇല്ല. എസ്പെഷ്യലി അത് സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിൽ അത്രമാത്രം ഫോർ ടൂറിങ് അത്ര ഹൈ എൻഡ് സസ്പെൻഷൻ ഒന്നുമില്ല. ബേസിക് സസ്പെൻഷൻ സെറ്റപ്പ്, ബേസിക് സീറ്റാണ് കൊടുത്തിരിക്കുക. ഇതെടുത്ത് പ്രോപ്പർലി നിങ്ങൾ പാഡ് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആവും കേട്ടോ. ഞാൻ ഒന്ന് ഇരുന്നും കൂടി കാണിച്ചാൽ, ഞാൻ 5'8" ആണ്. എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സീറ്റായിട്ട് വന്ന 800 mm, ഞാൻ 5'8", എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിൻ്റെ വെയിറ്റ് വരുന്ന 179 kgs ആണ്. എന്നാലും നേരെ നിൽക്കുമ്പോഴൊന്നും പ്രശ്നമില്ല, ഓടിക്കാൻ പ്രശ്നമില്ല. ചെറുതായിട്ട് വണ്ടി ചരിഞ്ഞ കയ്യിൽ നിന്നൊക്കെ പോകുമ്പോൾ U-turn എടുക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യൂ കേട്ടോ. ആവശ്യം കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്രമാത്രം എന്താ പറയുക, ആ വെയിറ്റ് ഫീൽ ചെയ്യില്ല. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വിച്ച് ക്യൂബ്സ് കണ്ടില്ലേ, പെട്ടെന്നാണ് ഫെയ്ഡ് ആവുന്നത്. എൻ്റെ ഇവിടുത്തെ ആ സ്റ്റാർട്ടർ സ്വിച്ചിൻ്റെ ചിഹ്നങ്ങളൊക്കെ മായിന് വേണ്ടി മാത്രമല്ല ഇവർ തലതിരിഞ്ഞാൽ കൊടുക്കുക. ഹോണും ഇൻഡിക്കേറ്ററും കണ്ടില്ലേ, എപ്പോഴും ഇങ്ങനെ തലതിരിച്ചാൽ ഇവർ കൊടുക്കുന്നത്. എന്തൊക്കെ സെറ്റപ്പാന്ന് നോക്കണേ. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഹൈനസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഹാൻഡിൽ ബാഗ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടാക്കിയുണ്ട്, നീക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഫുഡ് പെഗ് ഉണ്ട്, ഫുഡ് പെഗ് ബാക്കിലോട്ടാക്കി ഏകദേശം 10 സെൻറ്റിമീറ്റർ ബാക്കിലോട്ടാക്കി 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് കയറ്റിയും വെച്ചിട്ടുണ്ട്. കൊള്ളാം, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടോ. പിന്നെ കുറച്ചും കൂടി എനിക്ക് CB ഹൈനസിനെക്കാളും കുറച്ചുകൂടി വൈഡർ ഹാൻഡിൽ ബാറിൻ്റെ ഫീലിംഗ് ആയിട്ട് കിട്ടണം. എന്താണെന്നല്ലേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് കുറച്ചുകൂടി വൈഡർ ഫീലിംഗ് കിട്ടുന്നുണ്ട്.
ഈ എർഗണോമിക്സ് മാറിക്കൊണ്ടാണെന്നറിയില്ല. കാരണം കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഞാൻ ലീൻ ചെയ്തിരിക്കുക. ഹൈനസിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പോർട്ടിയാണ്, പക്ഷേ എന്നാലും കംഫർട്ടബിൾ ആണ് കേട്ടോ. കാല് കുറച്ചുകൂടി ബാക്കിലോട്ട് വെക്കണോണ്ട് ഒരു കുറച്ചുകൂടി കണക്റ്റഡ് ഫീലിംഗ് വിത്ത് മോട്ടോർ സൈക്കിൾ കിട്ടും. സെറ്റപ്പാണ് കേട്ടോ. എൻ്റെ എക്സോസ്റ്റ് കൊണ്ടുകൂടി ഞാൻ കേൾപ്പിച്ചത്. എന്ത് സ്മൂത്തായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കിലോമീറ്റർ ഓടി അബ്യൂസ് ചെയ്ത മോട്ടോർ സൈക്കിൾ. ഓ, ആ തമ്പ് കേട്ടില്ലേ, ആ തമ്പ് കേട്ടില്ലേ, അതാണ് കേട്ടോ. ഇത് ബിഗ് സിംഗിൾ സിലിണ്ടറാ, മാത്രം ലോങ് സ്ട്രോക്ക്. അപ്പോൾ കുറേ ആ എയർ എക്സോസ് ഗ്യാസ് പുഷ് ഔട്ട് ചെയ്യണ ശബ്ദം, ആ ദഗ് ദഗ് ദഗ്. നല്ല ലൗഡ് എക്സോസ്റ്റ് അല്ലേ ഇത്. അവർ ഭയങ്കരമായിട്ട് എന്നോട് അന്ന് എഞ്ചിനും പറയാം, കുറേ ടെസ്റ്റിങ് ചെയ്തിട്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ. അങ്ങനെ ഓവർ റവ് ചെയ്യാൻ ഇഷ്ടമല്ല. ഷോർട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. ആ 3000 RPM 3500 RPM തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ കേബിളുണ്ട്, ആ പുഷ് പുൾ കേബിളാണ് കൊടുത്തത്. ഇൻ കേസ് ഓഫ് ഇമർജൻസിക്ക് വേണ്ടി നിങ്ങളുടെ ത്രോട്ടിൽ ബോഡിയുടെ ത്രോട്ടിൽ പ്ലേറ്റ് ജാം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഷട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് ജാം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷന് വേണ്ടിയാണ് ഇങ്ങനത്തെ ട്വിൻ കേബിൾസ് കൊടുക്കുക. പുഷ് പുൾ കേബിൾസ് എന്നാണ് പറയുന്നത്, പുഷ് പുൾ ത്രോട്ടിൽ എന്നാണ് പറയുന്നത്. ഇപ്പോഴും കുഴപ്പമില്ല, അത് ഹീറ്റിങ്ങും ഇല്ല, സെറ്റപ്പ് ഉള്ളത്. എക്സോസ്റ്റ് കൊണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ഭയങ്കര ക്രിസ്പ് അല്ലേ, ഭയങ്കര ലീനിയർ രീതിയിലാണ് ഇത് പവർ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് വരുന്ന ഇതിന് ഹൈനസിനെ കാട്ടി ഏകദേശം 18,000 rupees മോർ എക്സ്പെൻസീവാണ് എക്സ് ഷോറൂം പ്രൈസ് കേട്ടോ. 2,18,000 ഇത് ബേസ് മോഡലാണ്. ഇത് DLX വേരിയൻ്റ് ആട്ടോ. ഇതിന് മറ്റേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതേപോലെ USB ചാർജറൊന്നും കിട്ടില്ല, 2 ഹോണൊന്നും കിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2,18,000. ഓൺ റോഡ് വരുമ്പോൾ 2.8 lakhs കൊച്ചി വരും കേട്ടോ. ഇതിൻ്റെ കൂടുതൽ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്കൗട്ട് ചെയ്തൊക്കെ നമുക്ക് റൈഡുമായിട്ട് വരാം. സോ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് നമ്മൾ എടുത്തിട്ടോ CB350 RS കേട്ടോ. കൊള്ളാം, ഓടിക്കാൻ കൊള്ളാം. തേർഡ് ഗിയർ, ഭയങ്കര ടോൾ ഗിയറിങ് ആട്ടോ ഈ മോട്ടോർ സൈക്കിൾസ്. ഈ ഹോണ്ടയുടെ ആ CB350 ലൈനപ്പ് ഒറ്റ എൻജിൻ ഷാസി വെച്ചിട്ട് 3 മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കിയത്. ഒന്ന് ഹൈനസ്, പിന്നെ CB350, പിന്നെ ദേ ഈ RS കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു ഇത് ശരിക്കും ഒരു കഫേ റേസറോ അല്ല, സ്ക്രാംബ്ലറോ അല്ല, എന്താ സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഗുഡ് ലുക്കിംഗ് റെട്രോ മോട്ടോർ സൈക്കിൾ. അത് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും, നല്ല കംഫർട്ടബിളായിട്ട്. ഇറ്റ് ഈസ് പ്രെറ്റി ഗുഡ്, വെരി സ്മൂത്ത് റിഫൈൻഡ് എൻജിനാണ്. കുറച്ചൊന്ന് ഓടിച്ച് നോക്കട്ടെ. ആ എക്സോസ്റ്റ് നോട്ട് കേട്ടില്ലേ, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആ J series 350 series എൻജിൻ, ആ എൻജിനും ആ തമ്പില്ല. ആ ബിഗ് സിംഗിൾ സിലിണ്ടർ ലോങ് സ്ട്രോക്ക് എൻജിൻ്റെ ആ തമ്പുണ്ട്, ആ തമ്പൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ദ ഹോണ്ട ഈസ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക്. പ്യുവർ റെട്രോ ഫീലിംഗ്. കൈ എടുക്കട്ടെ, ടക്ക ടക്കട്ടെ, അതൊക്കെ തക്ക് കേട്ടാ, തക്ക് 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 തക്ക്. ഇത് ബിഗ് സിംഗിൾ സിലിണ്ടർ അല്ലേ, 348cc സിംഗിൾ സിലിണ്ടറാണ്. അത് എയർ കൂൾഡ് ലോങ് സ്ട്രോക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ J series എഞ്ചിനുണ്ട്, ആ 350 series 100 ക്ലാസിക് 350 ഗോവനിലൊക്കെ വന്ന സെയിം എഞ്ചിനില്ല, ആ എഞ്ചിനെക്കാട്ടി കൂടുതൽ ലോങ് സ്ട്രോക്കാണ്. ആ എഞ്ചിൻ ഏകദേശം 85 mm സ്ട്രോക്ക് ലെങ്ത്, ഇതിന് 90 mm സ്ട്രോക്ക് ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് 20 horsepower and 30 Nm ഓഫ് ടോർക്ക്. ആ 30 Nm ടോർക്കില്ലേ, അത് നമുക്ക് 3000 RPM കിട്ടും. സെറ്റപ്പ്. പക്ഷേ ഇതിന് ടാക്കോമീറ്റർ ഒന്നുമില്ല കാണാൻ, പക്ഷെ നമുക്ക് ഓടിക്കാൻ മനസ്സിലാവും ഭയങ്കര ലോ ഡൗൺ ടോർക്ക് ഉണ്ട്. പക്ഷെ അത് നമുക്ക് അധികം ഫീൽ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയറിംഗ് ആണ്. വളരെ ടോള ഗിയറിങ്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഗിയേഴ്സില്ലേ, അത് വളരെ ടോൾ ഗിയറിങ്സാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആക്സലേഷൻ കുറയും, പക്ഷേ ടോപ്പ് എൻഡ് ബെറ്റർ ആവും. മാത്രമല്ല മച്ച് മോർ സ്മൂത്ത് റിഫൈൻഡ്, ഭയങ്കര ലീനിയർ രീതിയിലേക്ക് പവർ ഡെലിവറി വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ 4th ഗിയറിൽ പോവാം. ഇങ്ങനെ സ്ലോ സ്പീഡ് എത്തുമ്പോൾ വണ്ടിക്ക് ഇഷ്ടമല്ല, അങ്ങനെ അത്രമാത്രം ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡ്സിൽ പോകാൻ ഇഷ്ടമല്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടയിൽ കൂടി കൊണ്ടുപോകാൻ കുറച്ചൊക്കെ ടാസ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ വീൽ ബേസാണ് വേറൊരു ടാസ്ക്. ഇത് ഭയങ്കര ലോങ് വീൽ ബേസാണ്. ടോളർ ഗിയറിങ്, ലോങ്ങർ വീൽ ബേസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെറ്റപ്പ്. നമുക്ക് ഇത് ഈ മോട്ടോർ സൈക്കിളിന് നേരെ പോകാൻ ഇഷ്ടം, അല്ലാണ്ട് ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ചസ് ചെയ്യണ ഒരു വണ്ടിയല്ല. ഇറ്റ്സ് എ ലോങ് മോട്ടോർ സൈക്കിൾ. മാത്രമല്ല ടയേഴ്സ് അത്ര സെറ്റപ്പ് അല്ല കേട്ടോ. ഇത് MRFൻ്റെ കേർവ് ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഡുവൽ സ്പോട്ട് എന്നാണ് പറയുന്നത്, പക്ഷേ റോഡിൽ അത്രമാത്രം ഗ്രിപ്പിംഗ് അല്ല. എനിക്ക് അത്രമാത്രം കോൺഫിഡൻസ് കിട്ടുന്നില്ല. ബ്രേക്കിംഗ് ആണെങ്കിലും കണ്ട, ബ്രേക്കിംഗ് ഒക്കെ തീരെ പോട്ടെ. കാരണം ഇതിന് വെയിറ്റ് ഉണ്ട്, ഏകദേശം 179 kg. ഹൈനസിനെക്കാട്ടി 2 kg കുറവാണ്, പക്ഷേ എന്നാലും അതിന് വെയിറ്റ് ഉണ്ട്. 310 mm ഡിസ്ക്രോട്ടർ കൊടുത്തത്, വലിയ ഡിസ്ക്രോട്ടർ, ബാക്കിലും ഡിസ്ക്രോട്ടർ, വലിയ 240 mm ഡിസ്ക്രോട്ടറായി കൊടുത്തത്. അതൊക്കെ വലിയ സെറ്റപ്പാണ്, പക്ഷേ ഓർഗാനിക് ബ്രേക്ക് പാഡാണ് കൊടുത്തിരിക്കുന്നത്.
അതൊക്കെ വെച്ച് കൊടുത്തിട്ട് വണ്ടി നിൽക്കുന്നില്ല. സ്പീഡ് കയറിക്കാൻ ഈ വണ്ടി അങ്ങനെ നിൽക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഡൗൺ സൈഡ്. അപ്പോൾ മിക്കവരും ചോദിക്കുന്നത് എത്രമാത്രം സ്പീഡ് കയറും. ഇതിന് ഏകദേശം ഒരു 135-140 km/h ടോപ്പ് സ്പീഡ് ഉണ്ട്. ടോപ്പ് സ്പീഡിനല്ല കേട്ടോ, ഇത് ഈ സൈഡ് നിങ്ങൾക്ക് ഒരു 110-100 ക്രൂസ് ചെയ്ത് പോവാം. അതാ ടോള ഗിയറിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ. നിങ്ങൾ ടൂറിങ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ CB350 RS ഇല്ലേ, ഇതാ ഇവിടെ സ്ക്രാംബ്ലർ വേരിയൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അത്രമാത്രം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒന്നും കേട്ടോ. റോഡിൽ ഓടിക്കാനുള്ള തന്നെ വണ്ടിയാണ്. നിങ്ങൾ ടോള വിൻസ്ക്രീൻ വെക്കുകയാണെങ്കിൽ മച്ച് മോർ എന്താ പറയുക, കുറച്ചും കൂടി വിൻ ബ്ലാസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ എർഗണോമിക്സ് ഉണ്ട്. ഹൈനസിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഹൈനസിൽ. പക്ഷേ RS വരുമ്പോഴേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് വെച്ചേക്കുക, ഫുഡ് പേ കുറച്ച് പൊക്കി വെച്ചേക്കുക, ബാക്കിലോട്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പോർട്ടി പൊസിഷൻ ആട്ടോ. ഇത് കുറച്ചും കൂടി യൂത്ത് യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്ത മോട്ടോർ സൈക്കിളാണ്. ബ്രേക്ക് ഞാൻ പിടിച്ചു, പ്രോഗ്രസീവ് ലീനിയർ ബ്രേക്സാണ്. പക്ഷേ ഇതിൻ്റെ വെയിറ്റും ആ ഓർഗാനിക് ബ്രേക്ക് പാഡ്സുകളുണ്ട്, അത്ര സ്റ്റോപ്പിംഗ് പവർ ഇല്ല. പിന്നെ എൻ്റെ സീറ്റായിട്ട് കേട്ടോ 800 mm കണ്ട കംഫർട്ടബിൾ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വണ്ടി നേരെ വെക്കുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും അറിയില്ല, ഓടിക്കുമ്പോൾ വെയിറ്റ് അറിയില്ല. പക്ഷേ ഇങ്ങനെ ചരിക്കുമ്പോഴൊക്കെ കുറച്ച് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. എസ്പെഷ്യലി അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ വണ്ടി വീണേ അപ്പോൾ മനസ്സിലാവും വണ്ടി കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ. യൂട്ടേണൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒരു ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിളാണ്, കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെ മാത്രമല്ല ഇത് ഏകദേശം 30,000 km ഓടിയ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. സ്റ്റിൽ സ്മൂത്ത്. ആ എഞ്ചിൻ ഇപ്പോഴും സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനാണ്. ഏത് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ 30,000 km ഓടിയ വണ്ടി ഇത്രയും സ്മൂത്ത് ഉണ്ടാവും. അതാണ് ദാറ്റ് ഈസ് എ ഹോണ്ട ആ കാര്യത്തെ ലൈറ്റ് ക്ലച്ചാണ്. പഴം പോലത്തെ ഒരു വിരലും ഉണ്ട് കണ്ടില്ലേ, 1 finger ക്ലച്ചാണ് കൊടുത്തത്. ട്രാഫിക് കൊടുക്കുമ്പോൾ യാതൊരു സീൻ, അത്രയ്ക്ക് ലൈറ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. യൂട്ടൺ എടുത്ത് കാണിച്ചുതരാം. അതാണ് ആ ലോങ്ങർ വീൽ ബേസിൻ്റെ ഒരു പ്രശ്നമാണ്. ഭയങ്കര ടോൾ ഗിയറിംഗ് ആണ് കേട്ടോ. സീറോ ടു 100 ഏകദേശം 12 secondsലാണ് ഹിറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല. മാത്രമല്ല 5 speed ഗിയർ ബോക്സാണ്. ഭയങ്കര അടിപൊളി ഷിഫ്റ്റർ ഗിയർ ബോക്സാട്ടോ. ഭയങ്കര അടിപൊളി ഗിയർ ബോക്സാണ് കൊടുത്തത്. പക്ഷേ കണ്ടാ വോബ്ലിംഗ് കണ്ടാ ഹയർ സ്പീഡിൽ അത്ര സ്റ്റേബിൾ അല്ല. ശരിക്കും ഈ ലോങ് വീൽ ബേസ് വെച്ച് സ്റ്റേബിൾ ആകേണ്ടത്. പക്ഷേ ഇതിൻ്റെ ടയേഴ്സിൻ്റെ പ്രശ്നമാണ്. അൺഈവൻ വോൺ ഔട്ടായ ടയേഴ്സാണ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ലേ കണ്ടാ, ചെറിയൊരു വോബ്ലിംഗ് ഉണ്ട്. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡ് പൊള്ളിങ് ഒന്നുമില്ല, പക്ഷെ ചെറിയൊരു വോബ്ലിംഗ് ഫീൽ ചെയ്യാട്ടോ. ബെറ്റർ ടയേഴ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ മോട്ടോർ സൈക്കിളാണ്. കാരണം ഈ ടയേഴ്സ് അത്ര സെറ്റപ്പ് അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട്. ആ ടോളർ ഗിയറിംഗ് ഉണ്ട്. ആ ടോളർ ഗിയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഹൈവേസിൽ 100 km/h ക്രൂസ് ചെയ്ത് പോകാം വിത്ത് ഗുഡ് ഫ്യൂൽ എക്കോണമി കേട്ടോ. നല്ല ഫ്യൂൽ എക്കോണമി ആണെങ്കിൽ നിങ്ങൾ 60-80 ക്രൂസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് 40-45 km/L ഫ്യൂൽ എക്കോണമി കിട്ടും. പിന്നെ ഇത് 2 kg ലൈറ്ററും കൂടിയല്ലേ. അപ്പോൾ ഹൈനസ് തിയററ്റിക്കലി ഇത് ഹൈനസിനെ കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുമെന്നാണ് കുറേ ടെസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. മാത്രമല്ല നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോഴും കുറേ പേര് പറഞ്ഞാൽ RSനാണ് ഹൈനസിനെ കാട്ടിയും ബെറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട ഈക്കോല് കത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഈക്കോല് ഓടിച്ചാൽ നല്ല ഫ്യൂൽ എക്കോണമി ആയിക്കോട്ടോ. കണ്ട ഇവിടെ ഈക്കോ നേരിക്കണമെങ്കിൽ ഇപ്പോൾ ഓടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 40-45 ഹൈവേയിൽ km/L കിട്ടും. സെറ്റപ്പ് നോക്കണേ, യാതൊരു ഹീറ്റിംഗ് ഇല്ല. ഹൈവേസിൽ അറ്റ് 80-100 പോയിട്ട് യാതൊരു ഹീറ്റിംഗ് കേട്ടോ. ഇതിൻ്റെ റിയർ ബ്രേക്സ് ആണെങ്കിൽ 240 ഡിസ്ക് റോട്ടർ, പക്ഷേ അത്ര മാത്രം സ്റ്റോപ്പിംഗ് പവർ ഇല്ല. നിങ്ങൾ ഫ്രണ്ട് ബ്രേക്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് റിയർ, ഫ്രണ്ടും റിയറും ഒരുമിച്ച് പിടിച്ചാലേ വണ്ടി നിൽക്കുള്ളൂ കേട്ടോ. പക്ഷേ കണ്ടേ നമ്മൾ RPM ലോ ആയപ്പോൾ 5th ഗിയർ ടോപ്പ് ഗിയറിൽ വീണ്ടും കൈ കൊടുത്ത് അവിടെ നിന്ന് പുള്ളി ചെയ്ത് കയറും. ആ ലോ ഡൗൺ ഇപ്പോൾ റോയൽ എൻഫീൽഡ് പോലെ അത്ര ലോ ഡൗൺ പവർ ഇല്ല. അതിൻ്റെ ഗിയറിങ് കുറച്ച് ഷോർട്ടർ ഗിയറിങ്, അതിൻ്റെ വീൽ ബേസ് ഷോർട്ടറാ എന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ കൂടുതൽ പ്രയോറിറ്റി ആണെങ്കിൽ റോയൽ എൻഫീൽഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആ 100-350 ആണെങ്കിൽ ക്ലാസിക് 350 ആണെങ്കിൽ ആ ലോ ഡൗൺ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡ് ഓടിക്കുക. പക്ഷേ ഇതിൽ കുറച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഡൗൺ സൈഡ്. മാത്രമല്ല നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ടൊക്കെ ഓടിക്കാനൊക്കെ വല്ല ചുരത്തി കൊണ്ട് ഓടിക്കാനാ ട്വിസ്റ്റീസ് കോണ കാവിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മോട്ടോർ സൈക്കിളിൽ കുറച്ച് പാടായി. കാരണം ഒരു ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, എല്ലാ ഗിയർ റവ് ചെയ്ത് ഓടിക്കേണ്ടി വരും. ഇറ്റ് മൈ ബി ഡേഞ്ചറസ് ഓൺ ദ റോഡ്. അതാണ് പ്രശ്നം പറ്റുന്നത്. പക്ഷേ റോയൽ എൻഫീൽഡിൽ ആ ലോ ഡൗൺ ടോർക്ക് കൊണ്ട് വിത്ത് ദാറ്റ് ഷോർട്ടർ ഗിയറിങ് സെറ്റപ്പാണ്. സോ ഹൈനസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകെ എർഗണോമിക്സ് ചേഞ്ചാണ്. എനിക്കിത് ഹൈനസിനെ കാട്ടി ഇഷ്ടപ്പെടാം. കുറച്ചും കൂടി എൻഗേജ് ചെയ്യാം, കുറച്ചുകൂടി സ്പോർട്ട് ചെയ്യാം, എന്നാലും കംഫർട്ടബിളാണ്. ഇത് വേണം ഇങ്ങനെ ഓടിച്ചാൽ ഒരു പ്രോപ്പർ മോട്ടോർ സൈക്കിൾ ഓടിക്കണം ഫീൽ കിട്ടോ. ഒരു സംതിങ് സ്പോർട്ട് ചെയ്യാൻ കണ്ടാൽ ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ഫീലിംഗ് വിത്ത് മോട്ടോർ സൈക്കിൾ. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര കസേര ഇരുന്ന് പോകണ ഫീലിംഗാണ്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത്
ഇത് കൊള്ളാം. ഓവർടേക്കിനൊക്കെ 2 ഗിയർ ഡൗൺ ചെയ്യണം കേട്ടോ. ഒന്ന് റെവ് ചെയ്യണം. റെവ് എത്തിയാലേ ആ പവർ കിട്ടുള്ളൂ, ആ സ്വീറ്റ് പവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത്ര ഹൈ റെവിങ് എഞ്ചിനൊന്നുമല്ല, പക്ഷെ എന്നാലും അപ്പോഴാണ് ഇതിൻ്റെ സുഖം. പിന്നെ ഇങ്ങനത്തെ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് അധികം റെവ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. ആ 3000 4000 RPM വരെ മാക്സ് ഓടിച്ചാൽ ഷോർട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓടിച്ചെടുക്കാൻ പറ്റും. അടിപൊളി. അവിടെയാണ് എൻ്റെ സ്വീറ്റ് സ്പോട്ട്. 2000 to 4000 RPM കീപ്പ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നല്ല ഫണ്ണായിക്കോട്ടെ ഈ മോട്ടോർ സൈക്കിൾസ്. കുറച്ച് കാലം മുമ്പ് ഞാൻ ഹോണ്ടയുടെ ഒപ്പം ARRC ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോയപ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ CB350 കുറിച്ചും CB350 RS കുറിച്ചും അവരുടെ GB350 കുറിച്ചൊക്കെ കുറേ കഥകൾ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഭയങ്കര ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോങ് സ്ട്രോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരില്ലേ, വൈബ്രേഷൻ വരില്ലേ. ആ വൈബ്രേഷൻ ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് യാതൊരു വൈബ്രേഷൻ ഇല്ല. 30,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്, എന്നിട്ട് യാതൊരു വൈബ്രേഷൻ ഇല്ല. അതിനുള്ള റീസൺ അന്നത്തെ എഞ്ചിനീയേഴ്സ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സെക്കൻഡറി ബാലൻസർ ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കൗണ്ടർ ബാലൻസർ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൻ എന്ന് പറഞ്ഞ വൈബ്രേഷൻസ് ആണെങ്കിൽ ക്രാങ്കിൻ്റെ വൈബ്രേഷൻസ് ആണെങ്കിൽ അതൊക്കെ സോക്ക് ഡൗൺ ചെയ്യാൻ, അതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ ബാലൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വൈബ്രേഷൻ കുറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇത്രയും ലോങ് സ്ട്രോക്ക് ആകുമ്പോഴേക്കും ആ പിസ്റ്റൻ്റെ വെയിറ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമില്ല. അത് കുറേ സാധനങ്ങൾ അങ്ങനത്തെ മൂവിങ് പാർട്സിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ് ഒരു എസിമെട്രിക് ആയിട്ടുള്ള കണക്റ്റിംഗ് റോഡാണ് കൊടുത്തത്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ അവിടെയും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ സാധനത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയോണ്ട് ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ഓടുന്ന സെറ്റപ്പ് നോക്കണേ. അങ്ങനെ കുറേ എഞ്ചിനീയറിംഗ് സൈഡ് കേട്ടോ ചൂസ് ചെയ്യാൻ വേണ്ടി. ഇവരറിയാം ഹൈവേ ക്രൂസിങ്ങിന് വേണ്ടിയുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് ആക്കേണ്ട പ്ലാനാണ് എന്നാണ് ഹോണ്ട പറഞ്ഞിരിക്കുന്നത്. ന്യൂ എഞ്ചിനാണ്, പക്ഷേ എന്നാലും ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ്. ലോങ് ഹൈവേസിൽ ഈസിലി ക്രൂസ് ചെയ്ത് പോകാനുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പ്ലാനാണ് കൊടുത്തത്. എന്നാൽ നിങ്ങൾക്ക് സിറ്റി ആണെങ്കിൽ ഓൾ ഡേ ആണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഹോണ്ട പ്ലാൻ ചെയ്യുക. ആൻഡ് ദേ ഹാവ് ഡെലിവേർഡ് ഇറ്റ്. ഇത് കൊള്ളാം. CB350 RS എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫണ്ണാണ്. മറ്റേ CB350 ഹൈനസ് എന്ന് പറഞ്ഞാലും നോർമൽ CB350 ഓടിച്ചാലും അത് കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് മോട്ടോർ സൈക്കിൾ. ഇതിന് കുറച്ചും കൂടി ആ പ്ലേഫുൾനെസ് ഉണ്ട്. കാല് വെക്കുന്ന പൊസിഷൻ ആണെങ്കിൽ കുറച്ച് സ്പോർട്ടിയാണ്. ഞാൻ ഇരിക്കുന്ന ഫ്രണ്ടോട്ട് ലീൻ ചെയ്തിരിക്കുക, അതൊക്കെ കൊള്ളാം. എന്നാൽ ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിംഗ് ഇല്ല, അടിപൊളി. മാത്രമല്ല എൻ്റെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. 15 ഞാൻ ഫസ്റ്റ് ഇട്ട് കണ്ട. റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, അടിപൊളിയായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, അടിപൊളി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അസിസ്റ്റ് ക്ലച്ചുള്ളതുകൊണ്ട് ക്ലച്ച് ലെവറിന് ലൈറ്ററാണ്. എന്തുകൊണ്ട് സെറ്റപ്പാണ്, അടിപൊളി എഞ്ചിനീയറിംഗ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇങ്ങനെ വല്ല ഹെവി ട്രാഫിക്കിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ഗിയറിങ്ങിൻ്റെ ആ യൂസ്ഫുൾനെസ് വരുന്നത് കേട്ടോ. അവിടെയാണ് ആ റോയൽ എൻഫീൽഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പക്ഷേ നിങ്ങൾ കൂടുതൽ ഹൈവേസ് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ദ CB350 RS, ഹൈനസ്, അതേപോലെ നോർമൽ CB350 മച്ച് ബെറ്റർ എക്സൽ ചെയ്യാൻ കാണുന്നത്. ഹയർ RPM അല്ലെങ്കിൽ ഹയർ സ്പീഡ്സിലൊക്കെ മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ട് വൈബ്രേഷൻ, ഒരു തുള്ളി വൈബ്രേഷൻ എല്ലാം ഓടിച്ചിട്ടുമ്പോൾ നല്ല ഫ്യൂൽ എക്കോണമിയും കിട്ടും കേട്ടോ. അതാണ് ടോളർ ഗിയറിങ്ങിൻ്റെ ഭയങ്കര റിലാക്സ്ഡ് എഞ്ചിനായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും വേണ്ട റിഫൈൻമെൻ്റ് അല്ലേ, ഭയങ്കര സ്മൂത്ത് എഞ്ചിനായിട്ട് ആ കലവിലെ ശബ്ദമോ ഒച്ചപ്പാടോ ബഹളോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മോട്ടോർ സൈക്കിളേ നമുക്ക് വേണ്ടത്. മിക്കയിടം പ്രയോറിറ്റി ചെയ്ത് എവറി ഡേ യൂസ് നമുക്ക് അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ ആകുമ്പോൾ ശാന്തി സമാധാനത്തോടെ പോകാം. പക്ഷേ ഇങ്ങനെ ട്രാഫിക് വരുമ്പോഴേക്കും കണ്ട കുറച്ച് ഗിയർ ഡൗൺ ചെയ്യണം, അപ്പോഴേ വണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഹയർ ഗിയേഴ്സിലിട്ട് ഓടിക്കാൻ പറ്റില്ല. ലൈക്ക് റോയൽ എൻഫീൽഡ് ആ J സീരീസ് എഞ്ചിൻ്റെ പ്രത്യേകത വിത്ത് ദാറ്റ് ഷോർട്ട് ഗിയറിങ് ആ ലോ ഡൗൺ ടോർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഹയർ ഗിയേഴ്സ് 4th 3rd ഇട്ട് ചില്ല് ചെയ്ത് ഓടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കണ്ട സെക്കൻഡിലോട്ട് ഇടേണ്ടി വന്നു. അത് മാത്രമേ ചെറിയൊരു ഡൗൺ സൈഡ് ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾക്ക് മെജോറിറ്റി സിറ്റി റൈഡിങ്ങിന് വേണ്ടിയുള്ള മോട്ടോർ സൈക്കിൾ മാത്രം നോക്കുന്നുണ്ടെങ്കിൽ ദ റോയൽ എൻഫീൽഡ് കുറച്ചുകൂടി ബെറ്റർ ആയേക്കാം. പക്ഷേ നിങ്ങൾ ഹൈവേ ഓടിക്കുന്ന വീക്കെൻഡ് ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ മച്ച് മോർ ബെറ്റർ പ്രാക്ടിക്കൽ മോട്ടോർ സൈക്കിൾ ഹോണ്ടയുടെ CB350 സീരീസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ 3 മോഡൽസിൻ്റെ എഞ്ചിന് ഷാസിയൊക്കെ സിമിലർ, കുറച്ച് സാധനങ്ങളൊക്കെ ട്വീക്ക് ചെയ്തേക്കാം ടു മേക്ക് ഇറ്റ് ബെറ്റർ. ഒരു ഡിഫറെൻറ്റ് ഓഡിയൻസിൻ്റെ ആ പേർപ്പസ് സൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ കണ്ടോ ഡുവൽ ചാനൽ ABS ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്ക് റിയർ ബ്രേക്ക് കയറി പിടിക്കാൻ, റിയർ വീൽ ലോക്കിംഗ് ഫ്രണ്ട് വീൽ ലോക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ കൊള്ളാം. അങ്ങനത്തെ ആകെ കുറച്ച് 2 സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മാത്രമല്ല ഹൈനസിനെ കാട്ടി ഏകദേശം 18,000 rupees എക്സ്ഷോറൂം തന്നെ കൂടുതലാണ് RSന്. അവർ ടയർ മാറ്റി ഒരു വാഷ് പ്ലേറ്റും വെച്ച് ഗ്രാബ് റെയിൽ കുറച്ച് ആ ടെയിൽ സെക്ഷനിൽ കുറച്ച് ചേഞ്ചസ്, ടയേഴ്സ് അതൊക്കെ വെച്ചിട്ടാണ് അവർ 18,000 രൂപ കൂട്ടിയത്. പക്ഷേ ഭയങ്കര പ്ലേഫുൾനെസ് ആട്ടോ, കുറച്ചും കൂടി യങ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. കുറച്ചൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളേ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ എക്സോസ്റ്റ് റോയൽ എൻഫീൽഡ് വെച്ച് നോക്കുമ്പോൾ യാതൊരു ഹീറ്റിംഗ്, ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. 348cc എയർ കൂൾഡ് അല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യാം. പക്ഷേ റോയൽ എൻഫീൽഡ് വെച്ച് നോക്കുമ്പോൾ യാതൊരു ഹീറ്റിംഗ് ഇല്ല. പിന്നെ ക്ലച്ച് ലെവർ എന്ത് ലൈറ്റാണ്, പഴം പോലത്തെ ക്ലച്ച് ലെവർ.
അതിൻ്റെ അടിപൊളി ഗിയർ ബോക്സ് കേട്ടോ. അതാണ് ജാപ്പനീസ് ഹോണ്ട എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതാ ഗിയർ ബോക്സ്, ദ ക്ലച്ച് ആൻഡ് ദ എൻജിൻ അടിപൊളിയാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോളർ ഗിയറിങ് കുറച്ച് ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സും ക്ലച്ചും അടിപൊളിയായതുകൊണ്ട് നമ്മൾ അതിൽ ഒരിക്കലും കുറ്റം പറയില്ല. ബ്രേക്സ് മാറ്റണം. ഇതിൻ്റെ കുറച്ച് സിൻഡഡ് പാഡ്സാണ്, സെറാമിക് പാഡ്സ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആവും. കുറച്ച് നല്ല ടയറും കൂടി കൊടുക്കുക. ഈ ടയർ ഇപ്പോൾ മോശം ടയറാണ് ഇൻ മൈ ഒപ്പീനിയൻ. ഇപ്പോൾ കുറേ ചോദിക്കുന്നുണ്ട് എനിക്ക് ഏതാ റോയൽ എൻഫീൽഡ് ആണ് ഇഷ്ടം, ദ ഹോണ്ട മോട്ടോർ സൈക്കിൾ, അത് CB350 സീരീസ് ആണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഐ വിൽ ടേക്ക് ദ CB350. കാരണം ഇത് തലവേദനയില്ലാത്ത മച്ച് മോർ റിലയബിളാണ്, മച്ച് മോർ റിഫൈൻഡ് ആണ്, സ്മൂത്താണ്. ഇത്രയും കിലോമീറ്റർ ഓടിയ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇത്രയും സ്മൂത്തായിട്ട് ഓടാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൺ ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ ആഫ്റ്റർ ലോട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് ഓണർഷിപ്പ് വണ്ടി സ്മൂത്തായി ഇരുന്നതിന് നമുക്കൊരു സന്തോഷമാണ്. കണ്ടില്ലേ? അതാണ് അത് നിങ്ങൾ ഈ വണ്ടികൾ വന്ന് ഓടിക്കണം. ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു 30,000 കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിൾ ഈ ഹോണ്ടയുടെ 30,000 കിലോമീറ്റർ ഓടിയ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും, അതിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാവും. ലോങ് ടേം നിങ്ങൾ കീപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഹോണ്ട ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ അത് വീട്ടുക്കും. സീറ്റ് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഈ സീറ്റ് കുറച്ച് നേരം ഇപ്പോൾ നമ്മൾ ഏകദേശം 1 hour ഓഫ് റൈഡിങ് ആയി 1 hour തന്നെ എനിക്ക് വേദനിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്ര കംഫർട്ടബിളാണ്. സീറ്റ് എടുത്തപ്പോൾ ഒന്ന് പ്രോപ്പർ പാഡ് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് മോർ കംഫർട്ടബിൾ ആവട്ടോ. അതാണ് ഇതെടുത്തൊന്ന് പാഡിങ് ചെയ്യണം. നല്ല പ്രോപ്പർ സീറ്റ് കവർ വിത്ത് പാഡിങ് ചെയ്താൽ മച്ച് ബെറ്റർ ആവും. സോ നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ CB350 മോഡൽസ്, ആ 3 മോഡൽസിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ CB350 RS ആണ് കേട്ടോ. ഇതൊരു സ്ക്രാംബ്ലർ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ, ഈസ്തെറ്റിക്കലി ലൈക്ക് സ്ക്രാംബ്ലർ. ഇത് പ്രോപ്പർ കഫേ റേസോ സ്ക്രാംബ്ലർ അല്ല ശരിക്കും. ആ ലോങ് ട്രാവൽ സസ്പെൻഷനിൽ ഓഫ് റോഡ് കേപ്പബിലിറ്റിയിൽ ഒരു മെറ്റൽ ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ഗേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ റിയർ ടെയിൽ സെക്ഷൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇതിൻ്റെ എർഗണോമിക്സ് അതാണ് ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. എർഗണോമിക്സ് മാറ്റിയപ്പോഴേക്കും കുറച്ചൊരു ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് ആ കാല് കയറ്റി വെച്ചാൽ കുറച്ചൊരു കണക്റ്റഡ് ഫീലിംഗ് വിത്ത് മോട്ടോർ സൈക്കിൾ കിട്ടുക. മാത്രമല്ല ഇത് കുറച്ചൊരു ടോളർ ഗിയറിംഗ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 5th ഗിയറിൽ 100-120 ഈസിലി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചൊരു സ്പോർട്ടി ഫീലിംഗ് കിട്ടണം. അത്ര ഹയർ സ്പീഡ്സ് ഓടിക്കുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ്, മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ എർഗണോമിക്സ് കുറച്ച് സ്പോർട്ടിയാണ്, പക്ഷേ അതിന് കംഫർട്ടബിൾ എന്നാലും നമുക്ക് കുറച്ച് അക്രമം കാണിക്കാൻ പറ്റുന്ന എർഗണോമിക്സ്. ഇത് ലോങ് വീൽ ബേസാണ്. ഈ 100-350 ഈ ക്ലാസിക് 350 ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ വീൽ ബേസ് കൂടിയുണ്ട്, ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഈ എഞ്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഡൗൺ ടോർക്ക് ഉണ്ട്. 3000 RPM തന്നെ ആ 30 Nm ടോർക്ക് കിട്ടുന്ന. പക്ഷേ ഡൗൺ സൈഡ് ഇതിൻ്റെ ഇൻറ്റേർണൽ ഗിയറിംഗ് ഇല്ലേ എല്ലാം ടോളർ ഗിയറിംഗ് ആട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡിലിട്ടൊക്കെ ട്രാഫിക്കിൽ ഓടിക്കേണ്ടി വരും. അവിടെ റോയൽ എൻഫീൽഡിൻ്റെ ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ സ്പീഡ്സിട്ട് ഓടിച്ചാൽ ലേസി ആയിട്ടൊക്കെ ഓടിച്ചാൽ ആ ലോ ഡൗൺ ടോർക്ക് നമുക്ക് പെട്ടെന്നിട്ട് ക്ലച്ച് റിലീസ് ചാടി പോകും. അപ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക ഫൺ ടു റൈഡ് ഇൻ ദ സിറ്റി. ഹൈവേസിൽ പോകുമ്പോഴൊക്കെ നമ്മൾ 70-80 ഒക്കെ എത്തുമ്പോൾ സ്ട്രെയിൻ വരും എഞ്ചിൽ, 90 ഒക്കെ എത്തുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ. ഇവിടെ അതിന് സ്ട്രെയിൻ ഇല്ല. നിങ്ങൾ ടൂറിങ് പേർപ്പസ് ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഇതിനൊരു ടോളർ വിൻഡ് സ്ക്രീനും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പാഡഡ് സീറ്റ് കൊടുത്തിട്ട് ഒരു കാരിയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലഗേജൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ. നല്ല ഫ്യൂൽ എക്കോണമി, ടോളർ ഗിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നല്ല സ്മൂത്ത് ത്രോട്ടിൽ റെസ്പോൺസാണ്, ഭയങ്കര ലീനിയർ രീതിയിലാണ് പവർ ഡെലിവറി ചെയ്യുന്നത്. നോ സർപ്രൈസ്, അത്രമാത്രം എക്സൈറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ഗെറ്റ്സ് ദ ജോബ് ഡൺ കേട്ടോ. നിങ്ങൾക്ക് point A to point B ഫണ്ണായിട്ട് ഓടിക്കാൻ, ഭയങ്കര സ്മൂത്ത് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിൾ, ടൂറിങ്ങിന് പറ്റിയ മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ ടയേഴ്സ് മാറ്റുക, ബ്രേക്ക് പാഡ് മാറ്റുക, ഈ പാഡഡ് സീറ്റ് കുറച്ച് ബെറ്റർ പാഡിങ് കൊടുക്കുക മതി. ഒരു ടോളർ വിൻസ്ക്രീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം, മച്ച് ബെറ്റർ ആവും. ഇതിന് ആ USB ഹൈനസിൽ കാണുന്ന പോലത്തെ USB ചാർജിങ് കൊടുത്തില്ല. ഇതിന് കണക്ടിവിറ്റി ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത്രമാത്രം സെറ്റപ്പ് എനിക്കായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആ USB ചാർജൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. അത് എക്സ്ട്രാ കാശ് കൊടുത്ത് മേടിച്ച് വെക്കണം. അതും കൂടി പ്രൊവൈഡ് ചെയ്ത് അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് ഹൈനസിനെ കാട്ടി ഏകദേശം 18,000 എക്സ് ഷോറൂമിൽ തന്നെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,80,000 വരുന്നത്. ഹൈനസിനെ കാട്ടി അപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 lakh അബവ് എക്സ്ഷോറൂം പ്രൈസ് പോയി കഴിഞ്ഞാൽ അതിന് ലക്ഷറി ടാക്സും വരുന്നതാണ് കേട്ടോ. ആ ടാക്സ് വന്നുകൊണ്ട് ഇതിന് ഏകദേശം ഓൺ റോഡ് എത്തുമ്പോഴേക്ക് ഒരു 30,000 rupees ഡിഫറൻസ് ഉണ്ട് ബിറ്റ്വീൻ ദ ഹൈനസും അതേപോലെ ഈ RSും തമ്മിൽ കേട്ടോ. ഇത് DLX ബേസ് വേരിയൻ്റ്, ഇതിന് DLX Pro ഉണ്ട്. അതിന് 2 ഹോണും അങ്ങനത്തെ കുറച്ച് മത്താപ്പ് സാധനം കിട്ടും. DLX തന്നെ മതി, പ്രോ എടുക്കണമെന്ന് റെക്കമെൻഡേഷൻ ഒന്നും ഞാൻ പറയില്ല. ഒരു USB ചാർജും കൂടി എടുത്ത് വെച്ച സെറ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ടൂറിങ് നിങ്ങൾക്ക് ചെയ്യാം, വീക്കെൻഡ് ടൂറിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. നല്ല ഫ്യൂൽ എക്കോണമി ഉണ്ട്. ഞാൻ നെട്ടിപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി കിട്ടുന്നത് 15.2 ലിറ്റർ ടാങ്ക് ഉണ്ട്. ഏകദേശം ഒരു 40-45 കിട്ടുന്നുണ്ട് ഓൺ ദ ഹൈവേ കേട്ടോ. സിറ്റിയിൽ 30 to 35 വരെയും കിട്ടുന്നുണ്ട്. അത് കുറേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ CB350 വീഡിയോ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് അവിടെ ഓണേഴ്സ് എത്രമാത്രം ഫ്യൂൽ എക്കോണമി കിട്ടുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ CB350 RS ഓണറാണെങ്കിൽ എത്ര ഫ്യൂൽ എക്കോണമി കിട്ടുന്നത് അത് കമൻറ്റ് ഡൗൺ ചെയ്യുക. നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞത് CB350 RSന് ഹൈനസിനായിട്ട് കുറച്ച്
കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. നമ്മൾ ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഹൈനസ്സും ഇത് ഓടിച്ചു നോക്കിയിട്ട് അത്രമാത്രം ഡിഫറൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഉണ്ട്. എർഗണോമിക്സ് ചേഞ്ച് കൊണ്ട് കുറച്ചൊരു ബെറ്റർ ഫീലിംഗ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ ഈ ടയേഴ്സ് അത്ര സെറ്റപ്പല്ല. ഞാൻ ഹൈ സ്പീഡിൽ ഒരു 80-70 കൈ വിടുമ്പോൾ ആ ഫ്രണ്ട് വോബ്ലിംഗ് ഉണ്ട് കേട്ടോ. അത്രമാത്രം സ്റ്റേബിൾ. ഈ ടയർ ഓൺ ഔട്ടാണ് അല്ലെങ്കിൽ അൺഈവനായിട്ട് ആ തേയ്മാനം സംഭവിക്കുന്നത്. ടയർ റൈറ്റ് സൈഡ് ഓഫ് ദ ടയർ എപ്പോഴും കൂടുതൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രണ്ടിന് പെട്ടെന്ന് ഇങ്ങനെ വെട്ടുന്നത് കണ്ടില്ലേ. അത് നല്ല ടയേഴ്സ് ഇട്ട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും, ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഈ MRF കർവ് ടയർ ഡുവൽ പേർപ്പസ് ടയർ, പക്ഷേ എന്ന് പറഞ്ഞാൽ റോഡിൽ അത്ര നല്ലല്ല, ഓഫ് റോഡ് അത്ര നല്ല ടയറില്ല. അപ്പോൾ ബെറ്റർ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ നല്ല റോഡ് ടയർ മേടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഓഫ് റോഡ് ടയർ മേടിച്ചിട്ട് മച്ച് ബെറ്റർ ആവട്ടോ. അതൊക്കെയുള്ള കാര്യം. ഇറ്റ്സ് എ ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. ഇത്രയും കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിൾ എന്ത് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്, എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഐഡിൽ ചെയ്യുന്നത്. ആ ഗിയർ ബോക്സ് ഈവൻ ആഫ്റ്റർ 30,000 കിലോമീറ്റേഴ്സ് ഇപ്പോഴും സ്റ്റിൽ ബ്രാൻഡ് ന്യൂ പോലെ, ഈവൻ ബെറ്റർ ദാൻ റോയൽ എൻഫീൽഡായിട്ട് ഈ 30,000 കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിളിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഞാൻ ശരിക്കും നെട്ടിപ്പോയി. ഒരു ഫോൾസ് ന്യൂട്രലും കൂടിയില്ല. കുറച്ച് പേരൊക്കെ പറയാണ്ട് കേട്ടോ, ആ ഫസ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫോൾസ് ന്യൂട്രൽ വരാറുണ്ട് ഈ വണ്ടിയിൽ നിന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾമോസ്റ്റ് ഭയങ്കര മോശമുള്ള ഗിയർ ബോക്സ് ഓടിച്ച് ശീലിച്ചിട്ട് ഞാൻ എപ്പോഴും കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് കൊടുത്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്യണം. 1 to 2 ഭയങ്കര ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോൾസ് ന്യൂട്രൽ വരും. പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ഫോൾസ് ന്യൂട്രൽ വന്നിട്ടില്ല. അടിപൊളി ഗിയർ ബോക്സ് ഉണ്ട് വിത്ത് ആ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. ആ ടോളർ ഗിയറും ആ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിലുണ്ട് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിയർ വീൽ ലോക്കിംഗ് ഇല്ല. മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾ ചെളിയിലൊക്കെ പോയി ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോൾ വേണ്ടെങ്കിൽ അത് ഓഫാക്കി വെക്കാം. പക്ഷേ ബിഗിനർ റൈഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ലിപ്പറി സർഫസിലൂടെയൊക്കെ പോകുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ വിൽ സം ഡേ സേവ് യുവർ ലൈഫ്. അതാണ് എന്തുകൊണ്ട് പെട്ടെന്ന് കൈ വിടുമ്പോൾ ആ റിയർ വീലോട്ട് എൻറ്റയർ പവർ ഒന്ന് സ്ലിപ്പ്. പക്ഷേ അത്രമാത്രം പവർ ഇല്ല വണ്ടിക്ക് കേട്ടോ. ആ 20 ഹോഴ്സ് പവർ 30 Nm ഓഫ് ടോർക്കാണ്. അത് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ലീനിയറായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും കെയർലെസ് ആയിട്ട് നിങ്ങൾ വെറ്റ് സർഫസിൽ കൈ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നു. Other than that, it's a good motorcycle. You can't go wrong. Even in 2025, എനിക്ക് പേഴ്സണലി ഓഫ് ഓൾ ദ 3 മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ RS is my favorite. ഹണ്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോയൽ എൻഫീൽഡ് ഇൻ സിറ്റി യൂസ് മാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് മോട്ടോർസൈക്കിൾ ആ J സീരീസ് എഞ്ചിൻ കൺസിഡർ ചെയ്യാം. പക്ഷേ കമ്മിങ് ബാക്ക് ടു റിലയബിലിറ്റി, അതാണ് കുറച്ച് സിറ്റി മാത്രം ഓടിച്ചാൽ പോലെ തലവേദന പാടില്ല. റോയൽ എൻഫീൽഡ് അത്രമാത്രം റിലയബിൾ മോട്ടോർ സൈക്കിൾ. പ്രശ്നങ്ങളൊക്കെ ഓവർ ദി ഇയേഴ്സ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റിയിരുന്നത്. പക്ഷേ എന്നാൽ ദ ഹോണ്ട ലെവൽ ഓഫ് റിലയബിലിറ്റി അതായിട്ടില്ല. അതാവുമെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ ഐ തിങ്ക് റാപ്പിഡ് ഗ്രേറ്റിലാണ് റോയൽ എൻഫീൽഡ് ഗ്രോ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ നോട്ട് ദ ഹോണ്ട ലെവൽ എത്തിയിട്ടില്ല. ആ റിലയബിലിറ്റി, ആ ഗിയർ ബോക്സ് സെറ്റപ്പ്, ആ ലൈറ്റ് ക്ലച്ച് സെറ്റപ്പ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ എടുത്തു പറഞ്ഞത് ഇൻ ദ സിറ്റി മാത്രം നിങ്ങളുടെ ഒരു പേർപ്പസ് എങ്കിൽ ദ റോയൽ എൻഫീൽഡ് JC 100, ക്ലാസിക് 350, ഗോവൻ 350 അതൊക്കെ മച്ച് ബെറ്റർ മോട്ടോർ സൈക്കിൾ ഇൻ ദ സിറ്റി ഓടിക്കാൻ കേട്ടോ. പക്ഷേ ഓൺ ദ ഹൈവേസ് അവിടെയാണ് ദ ഹൈനസിൻ്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനത്തെ പേർപ്പസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വീഡിയോ പറയുന്നത് നിങ്ങളുടെ പേർപ്പസ് നോക്കിയിട്ട് മോട്ടോർ സൈക്കിൾ എടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ള പേർപ്പസ് സിറ്റി യൂസ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ടൂറിംഗ് കേപ്പബിലിറ്റിയുള്ള മോട്ടോർ സൈക്കിൾ എടുത്ത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഒക്കെ എടുത്തിട്ട് കാര്യമില്ല. എപ്പോഴും സിറ്റി ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ അത്രമാത്രം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് ആ റോയൽ എൻഫീൽഡ് J സീരീസ് എഞ്ചിൻസൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നത്. ആ ലോ ഡൗൺ ടോർക്ക്, ആ ഷോർട്ടർ ഗിയർ, ആ ഷോർട്ടർ വീൽ ബേസ് കമ്പയർഡ് ടു ദ ഹൈനസ് അല്ലെങ്കിൽ കമ്പയർഡ് ടു ദ RS നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നു കേട്ടോ. അതൊക്കെയാണ് കാര്യങ്ങൾ. മാത്രമല്ല ഈ ഹോണ്ടയുടെ വേറെ പ്രശ്നം മിക്കതും കമൻറ്റിൽ പറഞ്ഞു തന്നാൽ ഇതിൻ്റെ സർവീസ് അവൈലബിലിറ്റി. ഇത് ബിഗ് വിങ്ങിൽ മാത്രമേ സർവീസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ സർവീസ് എൻ്റെ എല്ലായിടത്തും അവൈലബിൾ അല്ല. മാത്രമല്ല ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കമ്പയർഡ് ടു റോയൽ എൻഫീൽഡ് മച്ച് മോർ ഹയർ. 3,000-3,500 റുപ്പീസ് അതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും റോയൽ എൻഫീൽഡ് കുറച്ചും കൂടി അഫോർഡബിൾ സൈഡിലാണ് വരുന്നത്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് സർവീസ് ആണെങ്കിൽ ചില സ്ഥലത്ത് ബിഗ് വിങ് സർവീസ് അത്രമാത്രം സെറ്റപ്പ് അല്ല. ദ വൈറ്റ് ലാബ് ബിഗ് വിങ് സർവീസ് ആണെങ്കിൽ മച്ച് ബെറ്റർ ആണെന്നാണ് മിക്കവരും കമൻസിൽ പറയുന്നത്. സോ ഇഫ് യു ആർ CB 350 ഓണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അത് ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ഫ്യൂൽ എക്കോണമി എത്ര ഉണ്ട്, സർവീസ് എങ്ങനെ, സർവീസ് കോസ്റ്റ് എങ്ങനെ, സർവീസ് പാർട്സ് അവൈലബിലിറ്റി ഉണ്ടോ. കുറേ പേരൊക്കെ പറഞ്ഞു ഇതിൻ്റെ ചില പാർട്സ് ഒക്കെ ക്രാഷ് ചെയ്തൊക്കെ കിട്ടാൻ കുറച്ച് ടൈം ഡിലേ ഉണ്ടെന്നൊക്കെ. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് എ റാപ്പ്. ഇതൊരു അടിപൊളി വണ്ടിയാണ്. എടുത്ത യാതൊരു കുറ്റബോധമില്ല, യാതൊരു പ്രശ്നമില്ല. അടിച്ച് പൊളിച്ച് ഓടിക്കാൻ കുറച്ചുകൂടി യങ് യൂത്ത്ഫുൾനെസ്, കുറച്ചുകൂടി ഫണ്ണുള്ള മോട്ടോർസൈക്കിൾ ദ CB 350 RS. Hope that makes sense. So thank you for watching. ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.